മത്തസ്സാ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. മത്തസ്സാ. അപ്പോൾ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ പറഞ്ഞു? അല്ലെങ്കിൽ റസൂലുള്ള എന്താ ജിബ്രീലിനോട് പറഞ്ഞത്? മൽ മസ്ഊലു അൻഹാ ആലമു മിന സായിൽ എന്നാണ്. കുറേ ചോദ്യങ്ങൾ ചോദിച്ച്, മൽ ഇസ്ലാം വമൽ ഈമാൻ വമൽ ഇഹ്സാൻ, ഇതിനൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു. മത്തസ്സാ, അന്ത്യനാൾ എന്ന് സംഭവിക്കും ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൽ മസ്ഊലു അൻഹ, അതിനെക്കുറിച്ച് ചോദിക്കപ്പെടുന്ന ഞാൻ അല്ല, അലം, കൂടുതൽ അറിയുന്നവൻ, മിനസായിൽ, ചോദിക്കുന്ന ജിബ്രീലിനേക്കാൾ ചോദിക്കപ്പെടുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ ജിബ്രീൽ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതിന് ചില അടയാളങ്ങളുണ്ട്. എന്നിട്ട് കുറച്ച് അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. അതെന്താ അടയാളങ്ങൾ പറഞ്ഞില്ലേ? അൻതലിദൽ അമതു റബ്ബതഹ, അല്ലേ? പിന്നെ ഒരു അടിമ സ്ത്രീ അതിൻ്റെ യജമാനത്തിയെ പ്രസവിക്കലാണ്. അതേപോലെ തന്നെ അയ്യത്താവല റുആഉൽ ഗനം, ഇടയന്മാർ എടുപ്പുകൾ ഉയർത്തി കെട്ടുന്നതിൽ മത്സരിക്കലാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ എന്ന് സംഭവിക്കും എന്നുള്ളത് മറച്ചു വെച്ചു. അതേസമയം അതിൻ്റെ അടയാളങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു. അന്ത്യനാളിനെ മറച്ചു വെച്ചതും മരണസമയം ഓരോരുത്തരുടേതും മറച്ചു വെച്ചതും എന്തിനാണ്? ആളുകൾ തെറ്റുകളിൽ ജീവിച്ചിട്ട് നന്നക്ക് തൗബ ചെയ്യാം എന്നുള്ള ഒരു മനോഭാവം അത് വരാതിരിക്കാനാണ് എന്നുള്ളതൊക്കെ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഇന്ന സാഅത ആതിയതുൻ അകാദു ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ.